നമസ്കാരം. നമുക്ക് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത് അത്യാവശ്യമായി ബേപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ അസംബ്ലി നിയമമണ്ഡലം. അതിൻ്റെ കാരണം പ്രധാനമാണ്. ബേപ്പൂര് ഒരു പുതിയ സുൽത്താൻ ഉണ്ടാകുമോ? പുതിയ സുൽത്താൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പുന്നാര മരുമകൻ റിയാസ് PW വകുപ്പും ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കിട്ടി കേരളത്തിലെ ഒരുപക്ഷെ നമ്പർ 2 മന്ത്രി എന്ന് പറയത്തക്ക രീതിയിൽ പ്രവർത്തിച്ച റിയാസാണ് ബേപ്പൂരിൻ്റെ പ്രതിനിധി. ആ റിയാസിനെ എതിരിടാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ തന്നെ സപ്പോർട്ടോടെ ജയിച്ച ശ്രീ അൻവർ ആണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ അൻവറാണ് അവിടെ ഒരു മത്സരത്തിന് തയ്യാറായി വരുന്നത്. അൻവർ ഈ മത്സരത്തിന് തയ്യാറായി വരുമ്പം അൻവറിന് കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടുന്നു, UDFൻ്റെ പിന്തുണ കിട്ടുന്നു. ആദ്യഘട്ടത്തിൽ അൻവറും കോൺഗ്രസുമായിട്ടുള്ള ബന്ധങ്ങൾ ചില അകൽച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും വീണ്ടും ഉറപ്പായും അൻവറിന് ഈ രീതിയിലേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നു. ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അൻവർ വെല്ലുവിളിക്കുകയാണ്. റിയാസ് എവിടെ മത്സരിച്ചാലും ഞാൻ അവിടെ മത്സരിക്കും. ഇവിടെ ബേപ്പൂർ തിരഞ്ഞെടുക്കുമ്പം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 28,000-ഓളം വോട്ടുകൾക്കാണ് റിയാസ് അവിടെ ജയിച്ചത്. തോൽപ്പിച്ചത് PM നിയാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് തോൽപ്പിച്ചത്. ഇത്രയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച ഏറ്റവും ഉറപ്പുള്ള മണ്ഡലത്തിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആര് നിർത്തിയത്? റിയാസ് ബേപ്പൂരിൽ മത്സരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൻ എന്നുള്ള നിലയിൽ. അപ്പോൾ പലതരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിണറായി അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നറിയാം, മുഖ്യമന്ത്രിയായാൽ മന്ത്രിയാകുമെന്നറിയാം, പ്രധാന വകുപ്പ് കിട്ടുമെന്നറിയാം. അങ്ങനെ ബേപ്പൂരിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളെയാണ് കഴിഞ്ഞ അസംബ്ലി 2021 തെരഞ്ഞെടുപ്പിൽ ഇവർ തിരഞ്ഞെടുത്തത്, CPM തിരഞ്ഞെടുത്തത്. അവരുടെ ആ പരീക്ഷണം വിജയിക്കുകയും റിയാസ് MLA ആവുകയും മന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രം കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല, മറ്റു തരങ്ങളിൽ ആരോഗ്യരംഗത്തും വന്യജീവി രംഗത്തുമെല്ലാം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയായി കോഴിക്കോട്ടെ ജനത മാറി എന്നുള്ളതാണ് അത്ഭുതം. ഇവിടെ ഇനി ഇതിനകത്ത് കാണാനിരിക്കുന്ന കാര്യം റിയാസ് ഇവിടെ മത്സരിക്കുക എന്നുള്ളതാണ്. അൻവറിനെ നേരിടാനുള്ള ഇന്നലെ വരെ നമ്മൾ ഈ ചർച്ചകളെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത്, ബേപ്പൂരിനെ കുറിച്ചുള്ള എല്ലാ ചർച്ചകളും കേന്ദ്രീകരിച്ചിരുന്നത് റിയാസിനെ കേന്ദ്രീകരിച്ചാണ്. പക്ഷേ റിയാസ് അൻവറിനോട് മത്സരിക്കാൻ അവിടെ നിന്നു കൊടുക്കുമോ? ചില സംശയങ്ങളുണ്ട്. കാരണം റിയാസ് തോറ്റാൽ, അൻവറിനോട് തോറ്റാൽ റിയാസിൻ്റെ രാഷ്ട്രീയ ഭാവി, CPMലെ രാഷ്ട്രീയ ഭാവി, പുതിയ പുതിയ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായി വരും, പുതിയ പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായി വരും. ആ ശക്തി കേന്ദ്രങ്ങൾ ചിലപ്പോൾ റിയാസിനെ പരിഗണിക്കണമെന്നില്ല. മാത്രമല്ല, CPMന് ടോട്ടൽ തകർച്ച ഉണ്ടാകുന്നെങ്കിൽ റിയാസിൻ്റെ കാര്യം പിന്നെയും പ്രശ്നങ്ങളാവും. അതുകൊണ്ട് റിയാസ് മറ്റേതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറുമോ എന്ന സംശയമുണ്ട്. അതങ്ങനെ ചോദിക്കാനുള്ള കാരണം 70,000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, മട്ടന്നൂർ. ശൈലജ ടീച്ചർ ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസി. അത് ശൈലജ ടീച്ചർ ആയതുകൊണ്ടായിരിക്കും അത്ര വോട്ട് കിട്ടിയത്, ഭൂരിപക്ഷം കിട്ടിയത്. ആ സീറ്റ് ഒരു VVIP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉരുക്കിയെടുക്കുന്ന ലക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്തവണത്തെ ബജറ്റ് അലോക്കേഷനിൽ പേരാവൂരിനും ഇരിക്കൂറിനും കൊടുത്ത അലോക്കേഷൻ 20 കോടി 30 കോടി ആകുമ്പോൾ മട്ടന്നൂർ നിയോജകമണ്ഡലത്തിന് 300 കോടിയുടെ വികസന പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് മട്ടന്നൂർ ഇത്രയും പണം മുടക്കിയത് ഒരു VVIP കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് മാറ്റുന്നത്? ശൈലജ ടീച്ചർ ഏതായാലും ഇനി മത്സരിക്കാൻ ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ മത്സരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ശൈലജ ടീച്ചറിന് വേണ്ടി ആയിരിക്കില്ല ഈ പണം അത്രയും മുടക്കി വികസന പദ്ധതികളുള്ള ജനങ്ങളെ ആകർഷിക്കാൻ നോക്കുന്നത്. അത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യമോടുണ്ട്. ഒന്നുകിൽ റിയാസിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ധർമ്മടത്തിൻ്റെ ബാലൻസ് നോക്കിയിട്ട്, ധർമ്മടത്തിൻ്റെ പൾസ് നോക്കിയിട്ട് ഒരുപക്ഷെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ മട്ടന്നൂരിലേക്ക് മാറി മത്സരിച്ചേക്കാം. കാരണം പിണറായി വിജയനും റിയാസിനും ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. റിസ്ക് എടുത്താൽ ഉണ്ടാകുന്ന അപകടം എന്നേക്കുമായി ഇല്ലാതെ പോക്കാണ്. മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ചവിട്ടി പോകാൻ ഒത്തിരി പേര് കാണും. ആ അവസ്ഥയിലാണ് ഇവരുന്നുള്ളത്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ അൻവറിനെ എങ്ങനെ 2-3 കഴിഞ്ഞകാല അനുഭവങ്ങൾ നോക്കിയാൽ മതി. അൻവർ
ഓടിച്ചിട്ട് മത്സരിച്ച് ജയിക്കുന്നവരാണ്. നിലമ്പൂർ വന്ന് ജയിച്ചു. അതുപോലെ ജലീൽ കുഞ്ഞാലിക്കുട്ടിയെ ഓടിച്ചിട്ട് തോൽപ്പിച്ചു. ഇനി അതുപോലെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഓടിപ്പോയവരുണ്ട്. ആലപ്പുഴയിൽ സുഖമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ഷുക്കൂർ തോമസ് ഐസക് അവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പം ഉടനെ എങ്ങോട്ട് പോയി? അരൂർക്ക് പോയി. അരൂരും ഇല്ലാതെ പോയി, ആലപ്പുഴ ഇല്ലാതെ പോയി. അതായിരുന്നു. നേരെ നേരെ നിന്ന് തങ്ങളുടെ കാര്യം പറഞ്ഞ് തങ്ങളുടെ നിയോജകമണ്ഡലത്തിലെ ആൾക്കാരോട് പറയുന്ന പോലെ, തോറ്റാലും ജയിച്ചാലും ഗണേശൻ ഒരു കാര്യം പറയുന്നുണ്ട്, പത്തനാപുരംകാർക്ക് എന്നെയും വേണം, എനിക്ക് അവരെയും വേണം, അവർക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് അവരെ വേണം. അങ്ങനെ പറയാൻ എത്ര നമ്മുടെ MLA സ്ഥാനാർത്ഥികൾക്ക് കഴിയും? അതാണ് ഉദാഹരണം. ഇവിടെ ബേപ്പൂര് മത്സരിക്കുകയില്ലയോ എന്ന് പറയാറായിട്ടില്ല. പക്ഷേ ബേപ്പൂര് മത്സരിക്കാൻ റിയാസ് തീരുമാനിച്ചാൽ അത് കേരളത്തിലെ ഏറ്റവും നല്ല മത്സരങ്ങൾ, തീവാർന്ന മത്സരങ്ങളിലൊന്നാവും. കാരണം അൻവറാണ് എതിരാളിയായിട്ട് വരുന്നത്. അൻവർ എതിരാളിയായിട്ട് വരുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. പതിവിലും നേരത്തെ മറ്റൊരു 139 നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഔദ്യോഗികമായി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഇവിടെ ബേപ്പൂരിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു അൻവറാണ്, അതും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പേര് ഭയപ്പെടണം, ഇടതുപക്ഷത്തെ ഭയപ്പെടുത്തും. കാരണം ബംഗാളിൽ അവരെ നിലംപരിശാക്കി ഇല്ലാതാക്കി മണ്ണ് തീറ്റിച്ചവരാണ് തൃണമൂലുകാരെ. പേരെങ്കിലും ഇവിടെ കേരളത്തിൽ പേരിന് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ആ പേര് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കാര്യമായിട്ട് തന്നെ, അല്ലെങ്കിൽ BJP വിരുദ്ധരെയും ആകർഷിക്കുന്നൊരു പേരാണ് തൃണമൂൽ. BJPയോട് ചേർത്ത് നിൽക്കുന്ന പ്രധാന പാർട്ടി എന്നുള്ള നിലയിൽ അതിനൊരു ക്രെഡൻഷ്യലുണ്ട്. ഇവിടെ കേരളത്തിൽ അത്രയും വളർന്നിട്ടില്ല, അത്രയും ഇതില്ല. എന്നാൽ പോലും ആ തൃണമൂലിൻ്റെ പേര് മാത്രം മതിയാവും മറ്റ് രാഷ്ട്രീയ ചലനങ്ങൾ നാളെ ഉണ്ടാകാൻ. നാളെ കോൺഗ്രസ്സിൽ ഉണ്ടാകാൻ പോകുന്ന ചേരിതിരിവല്ല, കോൺഗ്രസ്സിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ അലൈൻമെൻറ്റുകൾ, രാഹുൽ ഗാന്ധി മമതയായിട്ട് കൂടുതൽ അടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണം അതിൻ്റെയൊക്കെ പ്രതിഫലനം ഇവിടെ കാണാം, തരൂരുമായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ BJPക്ക് ഒരു ഫോർമിഡബിൾ എതിരാളിയായിട്ട് വളരാൻ പറ്റും തൃണമൂലിന്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന എതിരാളിയായിട്ട് വളരാൻ പറ്റും. ആ ധാരണ ഇവിടെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ, കോഴിക്കോട്ടെ ജനങ്ങൾ ഈ കാഴ്ചപ്പാടോടെ ആയിരിക്കും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ. അൻവർ കേവലം അൻവറല്ല, അൻവർ സാധാരണ സ്ഥാനാർത്ഥിയല്ല. അങ്ങനെ ചുരുക്കം ചിലരുണ്ട്, പോരാടി ജയിച്ചവരുണ്ട്. PC ജോർജ് ഉണ്ട്, ജോർജ് ജോസഫ് പൊടിപാറയുണ്ട്, അൻവറുണ്ട്, ഇടുക്കിയിലെ സുലൈമാൻ റാവുത്തറുണ്ട്. പോരാടി ഒറ്റയ്ക്ക് മറ്റ് പിൻബലമില്ലാതെ തന്നെ തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിച്ചവരാണ് ഇവരെല്ലാം. ഇവരുടെ ഈ ശക്തി പ്രകടനം ഏത് പരിസ്ഥിതിയിലും ആളെ റിയാസിനെ ഭയപ്പെടുത്തും. റിയാസിന് ഉറങ്ങാനുള്ള അവസരം പോലും ചിലപ്പോൾ ഇല്ലാതാകും. ആ റിസ്ക് എടുക്കാൻ റിയാസ് തയ്യാറാകുമോ? റിയാസിൻ്റെ മുമ്പിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട് നമുക്ക് ആലോചിക്കാം. റിയാസിന് അവിടെ മത്സരിച്ച് തോക്കാൻ പറ്റില്ല. അതായാലും തോൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റ് ബാക്കിന് സമയമില്ല. കാരണം പാർട്ടി എല്ലായിടത്തും തകരുകയാണ്. എല്ലായിടത്തും തകരാത്തൊരു പാർട്ടിയാണെങ്കിൽ, മാന്യമായി തോൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ 10ഓ 70ഓ അല്ലെ 65ഓ സീറ്റെങ്കിലും മൊത്തം പിടിക്കാൻ പറ്റിയാൽ, ഇടതുപക്ഷത്തിന് പിടിക്കാൻ പറ്റിയാൽ മാർക്സിസ്റ്റ് CPMന് ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട്. പക്ഷെ തകരുകയാണെങ്കിൽ ബംഗാളിലെ പോലൊരു തകർച്ചയായിരിക്കും, ഭീകരമായ തകർച്ചയായിരിക്കും. അപ്പോൾ റിയാസിൻ്റെ രാഷ്ട്രീയം അവിടെ ചിലപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും. ത്രിപുരയിലും ബംഗാളിലും തകർന്നിടത്തൊന്നും പിന്നെ രണ്ടാമത് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ഏതെല്ലാം സംസ്ഥാനത്ത് ഇല്ലാതെ പോയിട്ടുണ്ട് അവിടെയെല്ലാം വീണ്ടും ശക്തമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തെലങ്കാന പിടിച്ചു, കർണാടക പിടിച്ചു, കേരളം മാത്രമേ സ്ഥിരമായി കോൺഗ്രസിന് കൂടിയുള്ളൂ. അങ്ങനെ ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് എത്ര തകർന്നാലും, എത്ര 10% വോട്ട് താഴെ വന്നാൽ പോലും പിന്നീട് ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. CPMന് അങ്ങനെ സാധിച്ചായിട്ട് ചരിത്രമില്ല. അവിടെയാണ് പ്രശ്നം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് BJPയുടെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇവർ കേരളത്തിൽ, ഇന്ത്യയിലെമ്പാടും കോൺഗ്രസ് വിമുക്ത ഭാരത് എന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മറിച്ചാണ് ഇവിടെ പറഞ്ഞത്. കേരളത്തിലെ മത്സരം UDFും BJPയും തമ്മിലാണ്, LDFും 3ാം സ്ഥാനത്തേക്ക് പോകും. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുമോ? എവിടുന്നാണ് LDF നോട്ട് കിട്ടുന്നതെന്നുള്ള വളരെ ഗുരുതരമായ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ റിയാസിന് നല്ല പേര് ഇഷ്ടം പോലെ കിട്ടി. അതുപോലെ തന്നെ പണിയുന്ന എല്ലാ പാലങ്ങളും, നാഷണൽ ഹൈവേ ആണെങ്കിലും നാട്ടിലെ പാലങ്ങളാണെങ്കിലും ഒരു 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ പൊളിഞ്ഞ് താഴെ വീഴുകയാണ്. ആരാ ഉത്തരവാദി? ഇബ്രാഹിം കുഞ്ഞൊരു പാലം പണിതപ്പോൾ, ഇവിടെ പാലാരിവട്ടം പാലം പണിതപ്പോൾ അതിനെപ്പറ്റി എന്തെല്ലാം വെപ്രാളം നടത്തും. റിയാസ് പണിത പാലങ്ങളുടെ കണക്ക് മാത്രം എടുത്താൽ റിയാസിന്, അൻവർ അല്ലെങ്കിൽ പോലും മറ്റൊരു സ്ഥാനാർത്ഥി, ദുർബലനായൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ജനങ്ങൾ ചിലപ്പോൾ റിയാസിനെ തോൽപ്പിച്ചു എന്ന് വരും. റിയാസിന് ആശ്രയിക്കാവുന്നൊരു ബേസ് ഇല്ല. അതാണ് റിയാസിന് ഇപ്പോൾ പറ്റിയ തകരാറ്. അതുകൊണ്ട് ഓരോ ദിവസവും ബേപ്പൂരുണ്ടാകുന്ന സംഭവവികാസങ്ങൾ, അതാണ് ബേപ്പൂർ സുൽത്താൻ ആയിട്ട് അൻവർ വാഴുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അത് നമുക്ക് നാളെയും മറ്റന്നാളും അല്ലെ അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. അവിടെ വിശദമായി സംസാരിക്കാം.